ഞാൻ ഫാദർ ആന്റണി ജോർജ് കാരികുന്നേൽ, ഇപ്പോൾ താമരശ്ശേരി രൂപതയിൽപ്പെട്ട പെരിന്തൽമണ്ണ ഫൊറോന പള്ളിയിലെ വികാരിച്ചനാണ്. എൻ്റെ അമ്മാവനാണ്, അമ്മയുടെ ഇളയ ആങ്ങളെയാണ് മാത്യു മാഷ് ഇവിടെ വെച്ച് അപകടത്തിൽപ്പെട്ട് മരിക്കാനിടയായത്, ഉരുളുപൊട്ടി. അദ്ദേഹം ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജനസമ്മതനായ ഒരു നേതാവ് തന്നെയായിരുന്നു. എല്ലാവരുടെയും മാഷെന്നറിയപ്പെടുന്ന മത്തായി മാഷെന്ന് വിളിപ്പേരുള്ള മനുഷ്യനായിരുന്നു. ഏതെല്ലാം സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നാൽ പോലും, അപകട സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നാലും അവരുടെ എല്ലാം പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു പൊതുസമ്മതനായൊരു നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം. രാത്രി 11:30 ഇവിടെ ഉരുളുപൊട്ടലുണ്ടായെന്ന് അറിഞ്ഞിട്ട് ഇവിടെ സഹായിക്കാനായിട്ട് കയറി വന്നതാണ് ഇങ്ങോട്ട്, ഈ ഉരുളുപൊട്ടിയ സ്ഥലത്തേക്ക്. വീട്ടിൽ നിന്ന് ഏകദേശം 200 മീറ്ററോളം, 100-150 മീറ്ററോളം ദൂരെയുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം നടന്നു വന്നു. ഷിൻസ് എന്നുള്ള സഹോദരനെ കൂട്ടിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഉരുളുപൊട്ട് താഴെ 1-2 വീടുകൾ അവിടെ അംഗങ്ങളുണ്ടായിരുന്നു, വീട്ടുകാരുണ്ടായിരുന്നു. അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ആക്കിയതിന് ശേഷം ഉരുളുപൊട്ടിയ സ്ഥലത്ത് 13ഓളം വീടുകളുണ്ട്. അപ്പോൾ അവിടെ ആരെങ്കിലും സഹായിക്കാനുണ്ടോ, ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം അവിടെ നോക്കുകയും ആ സമയത്ത് മറ്റൊരു ഉരുളും ശക്തമായ വെള്ളമൊഴുക്കും വന്നപ്പോൾ അദ്ദേഹം അടുത്തിരുന്ന ഒരു കടത്തിണ്ണയിലേക്ക് കയറി. അപ്പോൾ അവിടെ നിന്ന് പിന്നെ രക്ഷപ്പെടാനായിട്ട് സാധിച്ചില്ല. ആ സമയത്ത് ശക്തമായ വെള്ളമൊഴുക്കുണ്ടായി, വലിയ ഉരുള് സംഭവിച്ചു, ഉരുള് പൊട്ടി. അദ്ദേഹം ആ ഉരുള് സംഭവിച്ചപ്പോൾ അദ്ദേഹം താഴേക്ക് ഒഴുകി പോവുകയാണ് ചെയ്തത്. 2 ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഈ നാട്ടുകാരെല്ലാവരും കൂടെ തെരച്ചിലായിരുന്നു. ഇന്ന് ഏകദേശം രാവിലെ 11-12 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതശരീരം കണ്ടുകിട്ടുകയും പോലീസ് അധികാരികൾ നിയമ സഹായങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ചെയ്ത് ഇൻക്വസ്റ്റ് നടത്തി അഭിമന്യ റെമിജോസ് പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഞ്ഞക്കുന്ന് സെൻറ്റ് അൽഫോൻസ പള്ളിയിൽ സെമിത്തേരിയിൽ സംസ്കരിക്കുകയും ചെയ്തതാണ്. ശരിക്കും നാട്ടുകാർക്കെല്ലാം വളരെ സങ്കടകരമായൊരവസ്ഥയാണ്. ഒത്തിരി ജനങ്ങൾ ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 2 ദുരിതാശ്വാസ വിലങ്ങാട് മഞ്ഞക്കുന്നുമുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് കഴിയുന്നുണ്ട്. 13 വീടുകൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. അത് ഒരു തരത്തിൽ അവിടെ വീട് ഉള്ള ഒരു സാഹചര്യം പോലും ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല. അത്ര ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ. അതോടൊപ്പം തന്നെ 18ഓളം വീടുകൾ താമസിക്കാൻ യോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ്. അവരെല്ലാവരും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുകയാണ്. നാട്ടുകാരുടെ എല്ലാവരും സഹായം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളാണ്. അത് താമരശ്ശേരി രൂപതയുടെയും അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെയും ഇവിടെയുള്ള നല്ലവരായ നാട്ടുകാരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സർക്കാരിൻ്റെയൊക്കെ സഹായത്തോടു കൂടി തന്നെ അത് നടത്താമെന്ന് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. ഈ നാടിൻ്റെ വേദനയിൽ എല്ലാവരും പങ്കുചേരുന്നുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടാണ്. എല്ലാവരും കൂട്ടായിട്ട് ഈ ഒരു ദുഃഖത്തിൽ, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ ആയിരിക്കുകയാണ്. ഇവിടെ ഒരാൾ മാത്രമേ നഷ്ടപ്പെട്ടു എന്നുള്ളത്, മരണം ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യുകയാണ്.